നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അമ്പരചുംബികളായ കെട്ടിടങ്ങളാൽ ആകർഷണീയമാണ് ദുബായ് നഗരം. നഗരത്തിന്റെ മാറ്റുകൂട്ടാൻ ബുർജ് ഖലീഫയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടം ബുർജ് അസീസി വരുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുബായിൽ ആരംഭിച്ചു. 12,465 കോടി രൂപയിലധികം ചെലവ് വരുന്ന വൻകിട കെട്ടിടമാണ് ഉയരുന്നത്. ഒരു 7 സ്റ്റാർ ഹോട്ടൽ, ആഡംബര വസതികൾ, പെയിന്റ് ഹൗസ്, അപ്പാർട്ട്മെന്റുകൾ, വെർട്ടിക്കൽ മാൾ എന്നിവ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ബുർജ് അസീസി പദ്ധതിക്ക് $1.5 ബില്യൺ മുതൽ മുടക്ക്. UAE ആസ്ഥാനമായുള്ള അസീസി ഡെവലപ്മെന്റ്സ് ആണ് ടവർ നിർമ്മിക്കുന്നത്. ദുബായിലെ ഷെയ്ഖ് സയ്യിദ് റോഡിലെ ഒരു പ്രധാന സ്ഥലത്ത് ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ ടവറിന്റെ നിർമ്മാണം അടുത്തിടെ ആരംഭിച്ചതായി കമ്പനി വെളിപ്പെടുത്തി. കെട്ടിടത്തിന്റെ ഉയരം എത്രയാണെന്ന വിവരം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. 4 വർഷത്തിനുള്ളിൽ ബുർജ് അസീസിയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് അസീസി ഡെവലപ്മെന്റ്സ് അറിയിച്ചു. കെട്ടിടത്തിന് മുകളിൽ നഗര കാഴ്ചകൾ ആസ്വദിക്കാനുള്ള സവിശേഷമായ നിരീക്ഷണ ഡെക്ക്, ഉയർന്ന നിലവാരമുള്ള ഭക്ഷണ പാനീയ കേന്ദ്രങ്ങൾ എന്നിവ ഒരുക്കുന്നുണ്ട്. കൂടുതൽ സവിശേഷതകളും സൗകര്യങ്ങളും പിന്നീട് വെളിപ്പെടുത്തുന്നതായിരിക്കും. ദുബായിലെ തന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് പ്രഖ്യാപിക്കുന്നത് എന്ന അസീസി ഡെവലപ്മെന്റ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ മിർവായിസ് അസീസി പറഞ്ഞു. ഇന്നത്തെ ദിവസത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. എനിക്കും എന്റെ കുടുംബത്തിനും ദുബായ് അവസരങ്ങളുടെ സമൃദ്ധിയും സുരക്ഷയും നൽകിയതിനാൽ ഈ എമിറേറ്റിനും അതിന്റെ ആതിഥ്യ സേവന രംഗത്തിനും എന്തെങ്കിലും തിരികെ നൽകാനുള്ള ഞങ്ങളുടെ മാർഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടവർ. ദുബായിലെ എന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണിത്. ഈ ടവർ ഞങ്ങളുടെ പൈതൃകം അടയാളപ്പെടുത്തുന്നതായിരിക്കുമെന്ന് മിർവായിസ് അസീസി പറഞ്ഞു. 2010 ജനുവരി 4 ഉദ്ഘാടനം ചെയ്ത ദുബായിലെ ബുർജ് ഖലീഫയ്ക്ക് 828 മീറ്റർ ഉയരമാണ് ഉള്ളത്. ബുർജ് ഖലീഫയെ മറികടക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം സൗദി അറേബ്യയിൽ നിർമ്മാണം നടക്കുകയാണ്. കിങ്ഡം ടവർ ജിദ്ദയിലാണ് വരുന്നത്. 2011 പ്രഖ്യാപിച്ച് 2013 നിർമ്മാണം ആരംഭിച്ച ടവർ 2019 പൂർത്തിയാകുമെന്നായിരുന്നു പ്രഖ്യാപനം. 50 നില വരെ ഉയർന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം പിന്നീട് പല കാരണങ്ങളാൽ നീണ്ടുപോയി. നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും എപ്പോൾ തീരുമെന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ജിദ്ദ ഇക്കണോമിക് സിറ്റിയാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുക. പ്രധാന ടവർ ഉൾപ്പെടെ പദ്ധതിയുടെ പ്രാരംഭഘട്ടം 1.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഒരുങ്ങുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.